ഫ്രം ദ സെർവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ദ പ്രോക്സി ഈസ് എ ക്ലയൻറ്റ്. ഇയാളാണ് ക്ലയൻറ്റ്. ഓക്കെ, നിങ്ങളെ കാണുന്നില്ല, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് പുതിയ കച്ചവടക്കാരൻ എന്ന് വെച്ചാൽ സാധനം വാങ്ങിക്കാൻ വന്ന അയാളാണെന്ന് പറഞ്ഞിരിക്കുക. അയാളൊന്നും പറയത്തില്ല, അയാൾ പറ്റിക്കോ എന്തോന്ന് അറിയാൻ പാടില്ല. ഓക്കെ, പറ്റിക്കത്തില്ല നിർദ്ദേശിക്കാം. എന്താണ് യൂസ് കേസ് എന്ന് വെച്ചാൽ പ്രൈവസി ആൻഡ് അനോണിമസ് എന്ന് വെച്ചാൽ ക്ലയൻറ്റിനെ അവോയ്ഡ് ചെയ്യുന്നത്. ഇവിടെയാണ് പറഞ്ഞ ബിനാമികൾ വരുന്നത്. നിങ്ങളുടെ ശരിക്കുമുള്ള കച്ചവടക്കാർ ആരാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂരൊക്കെ വന്ന് വാങ്ങിക്കും, വേറൊരാളുടെ പേരിൽ മോഹൻലാലിൻ്റെ പേരിലൊക്കെ വാങ്ങിക്കുമ്പോൾ ആൻ്റണി പെരുമ്പാവൂരാണ് അയാളുടെ ഫോർവേഡ് പ്രോക്സി എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ആൻ്റണി സൈൻ ചെയ്ത് അവിടെയാണ് അയാളുടെ പേരിലാണ് പറഞ്ഞ പ്രോപ്പർട്ടി എഴുതിയേക്കുന്നത്. അപ്പോൾ എന്താ പ്രൈവസി ആൻഡ് അനോണിമിറ്റി, മറ്റേ ആളുടെ ക്ലയൻറ്റിനെ അനോണിമസ് ആക്കി വെക്കുകയാണ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ദ ക്ലയൻറ്റ്സ് ഡേറ്റ. കോണ്ടന്റ് ഫിൽറ്ററിങ്, ബ്ലോക്ക് സർട്ടൺ വെബ്സൈറ്റ്സ് ഫോർ എംപ്ലോയീസ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും പിന്നെ അയക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് നോക്കിയതിന് ശേഷമായിരിക്കും അയക്കുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോക്സി ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്കൂളുകളിലുണ്ടാകും. ആ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണേണ്ട വെബ്സൈറ്റുകൾ മാത്രം കണ്ടാൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ ഫിൽറ്ററിങ് നടത്താം. കാരണം ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഇയാളിലൂടെയാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞാൽ പറ്റിക്കപ്പെടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പൈസ കടിച്ചു മാറ്റാം, കുഴപ്പമില്ല. അപ്പോൾ ചില ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ട് അയാൾ നോക്കിയിട്ടായിരിക്കും ചിലപ്പം അകത്തേക്ക് കയറ്റി വിടാം. പിന്നെ ജിയോ റെസ്ട്രിക്ഷൻസ്, ബൈപ്പാസ് ലൊക്കേഷൻ ബ്ലോക്സ്. ചില സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചില ലൊക്കേഷൻസിൽ കിട്ടത്തില്ല. അത് നിങ്ങളുടെ ജിയോ ലൊക്കേഷൻ റെസ്ട്രിക്ഷനാണ് എന്ന് പറയുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോൾ ഹോട്ട്സ്റ്റാർ കാണുകയെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള യൂസേഴ്സിന് മാത്രമേ ഹോട്ട്സ്റ്റാർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോക്സി ഉപയോഗിക്കും. ഇപ്പോഴും പ്രോക്സി ഉപയോഗിച്ചാലും കിട്ടത്തില്ല, അതും ബ്ലോക്ക് ചെയ്തു. അപ്പോൾ പ്രോക്സി വഴിയാണോ ആ ട്രാഫിക് വരുന്നുള്ള ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർ വീണ്ടും പറയുന്നു നിങ്ങളല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് പുറകെ ഇരിപ്പുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് നടക്കത്തില്ല. ഇപ്പോൾ ജിയോ റെസ്ട്രിക്ഷനും പറ്റും ഈ പറഞ്ഞ ഫോർവേഡ് പ്രോക്സി വെച്ച് കഴിഞ്ഞാൽ.